ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത AS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് കിടക്കാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് പ്രൈമറിലി റിലേറ്റഡ് ടു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ നമ്മൾ പുതിയ ബേസ് ഇയർ എടുത്തതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, സോ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനെ കുറിച്ചിട്ട് നമ്മൾ ഓരോ മാസവും ചർച്ച ചെയ്യുമ്പോഴും ഓരോ എഡിറ്റോറിയൽസ് ചർച്ച ചെയ്യുമ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. രംഗരാജൻ സാറിന്റെ ഒരു എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്തുമായി ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, സോ ഇതെല്ലാം ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ നവംബറിലോ ഡിസംബറിലോ ഞാൻ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ജാനുവരി ഫെബ്രുവരി ആകുമ്പോഴേക്കും നമ്മൾ ഇതൊന്ന് റിവൈസ് ചെയ്യാൻ പോവുകയാണ്. ഞാനല്ല, രംഗരാജൻ സാറ് അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ കറന്റ് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ചേഞ്ച്. അത് ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. സോ ഫെബ്രുവരിയിലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേഷൻ അല്ലെങ്കിൽ റിവൈസ്ഡ് ബേസ് ഇയറിനെ ചൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് എന്ത്, ഇന്നത്തെ ഫസ്റ്റ് ന്യൂസിൽ വന്നിരിക്കുന്നത്. സോ 2023-24 കാലഘട്ടങ്ങളിലെ ബേസ് ഇയറിനെ ആസ്പദമാക്കിയിട്ടാണ്, ആ ഒരു ഇയറിലെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മൾ എന്തെടുത്തിരിക്കുന്നത്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ചൂസ് ചെയ്തിരിക്കുന്നത്. സോ വാട്ട് ഈസ് ബേസ് ഇയർ? എന്താണ് എന്താണ് 2019-20 എടുക്കാത്തത്, അല്ലെങ്കിൽ 2021-22 എടുക്കാത്തത്? സോ ബേസ് ഇയറിനെ ആസ്പദമാക്കിയിട്ട്, സോ നമ്മളൊരു വളർച്ചയാണല്ലോ ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വഴിയാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ബാക്കിയുള്ള ഇൻഡെക്സസുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ അളക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ വെൻ കമ്പയർഡ് ടു 2023-24 ഇത്ര ശതമാനം വളർച്ച വന്നിരിക്കുന്നു, ഇത്ര ശതമാനം ഇൻഫ്ലേഷൻ ഉണ്ട്, അങ്ങനെയല്ലേ നമ്മൾ നമ്മളുടെ ഒരു ഗ്രോത്തിനെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 2019 ഞാൻ ഇവിടെയായിരുന്നു, ഇത് സംബന്ധിച്ചിട്ട് ഇത്രയേറെ ഞാൻ വളർന്നു, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എൻ്റെ ഫസ്റ്റ് PTSന്റെ മാർക്ക് ഇത്രയായിരുന്നു, ദെൻ ഒരു 30 PTS എത്തിയപ്പോഴേക്കും, ഒരു 20th PTS എത്തിയപ്പോഴേക്കും എൻ്റെ ഒരു മാർക്ക്, പ്രിലിംസിന്റെ മാർക്ക് ഇത്രത്തോളം ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ടിട്ട്, ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അളക്കുന്ന ഒരു ഫിക്സഡ് ബേസിനെ വെച്ച് അളക്കുന്നതിനെയാണ് ബേസ് ഇയർ എന്ന് പറയുന്നത്. നോർമലി ബേസ് ഇയർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോൺ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു പീരീഡാണ് നമ്മൾ ബേസ് ഇയർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. സോ 2011-12 ബേസ് ഇയറിൽ നിന്ന് 2021-22 ബേസ് ഇയർ ആണ് ആകേണ്ടത്. ഒരു 10 വർഷം കൂടുമ്പോൾ ബേസ് ഇയർ നോർമലി റിവൈസ് ചെയ്ത് പോകും. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ COVID-19 ഹാപ്പൻ ചെയ്തു. ഓക്കെ, COVID-19 ഹാപ്പൻ ചെയ്തു 2019-20 ഇയറിൽ. അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മളുടെ കൺസപ്ഷൻസ് കുറഞ്ഞു, നമ്മളുടെ പ്രൊഡക്ഷൻസ് കുറഞ്ഞു, മാർക്കറ്റ് കുറച്ച് ഡിസ്ട്രോട്ടഡ് ആയി. ഈ സമയത്ത് അതിന്റെ ഒരു എഫക്റ്റ് 2021-22 കാലഘട്ടങ്ങളിൽ ഇംപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. പെൻഡബിൾ ഡിമാൻഡ് പെട്ടെന്ന് താഴ്ന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് കൂടാനായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ കൺസപ്ഷൻസ് ഒരുപാട് കൂടാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും വീടിനകത്തായിരുന്നു. ദെൻ വീട്ടിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുകയും പെട്ടെന്ന് ഡിമാൻഡ് കൂടാനായിട്ടും കൺസപ്ഷൻസ് കൂടാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരുന്നു. സോ ഈ അവസരത്തിൽ 2021-22 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഡാറ്റ, ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ കമ്പാരിസന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു എസ്റ്റിമേഷൻ കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ 2023-24 ബേസ് ഇയർ ആയിട്ട് കറന്റ്ലി കാൽക്കുലേറ്റ് ചെയ്തു. സോ ആ ഒരു ചേഞ്ച് എന്തുകൊണ്ടാണ് വന്നത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ഇത് ഈ ഒരു ഫസ്റ്റ് ഡിസ്കഷൻ. സെക്കൻഡ് ഡിസ്കഷൻ നമ്മളുടെ എഡിറ്റോറിയൽ പോളിസി, എഡിറ്റോറിയൽ ന്യൂസ്. നമ്മളുടെ പൾസ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ട്, ധാന്യങ്ങളുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ഒന്ന്, പൾസസിന്റെ ഫുഡ് സെക്യൂരിറ്റിയെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കണം. രണ്ട്, നമ്മളുടെ ഇന്ത്യ-US ട്രേഡ് റിലേഷൻസ്, പെർട്ടിക്കുലർലി പുതിയൊരു ട്രേഡ് എഗ്രിമെന്റ് ആരുമായിട്ട് ഒപ്പുവെച്ചിട്ടുണ്ട്? US-ഉമായിട്ട് ഒപ്പുവെച്ചിട്ടുണ്ട്. സോ അത് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ പൾസ് പ്രൊഡക്ഷനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് കൂടിയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സോ ഇന്ത്യയുടെ ഒരു പൾസ് കപ്പാസിറ്റി അല്ലെങ്കിൽ ധാന്യങ്ങളിലെ പയറുവർഗ്ഗങ്ങളുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2.5 ടൺ കോടി ടൺസ് ആണ്. ഓക്കെ, 2.5 കോടി ടണ്ണാണ്
ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പൾസസിന്റെ പ്രൊഡക്ഷൻ. ഇന്ത്യയിൽ ഡിമാൻഡ്, ആളുകൾ എന്താണ് രാവിലെ പുട്ടിന്റെ ഒപ്പവും അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കുന്ന ഡിമാൻഡ് ചെയ്യുന്ന പൾസസുകളുടെ എണ്ണം എത്രയാണ്? എത്ര ടണ്ണാണ്? 3 കോടി ടണ്ണാണ്. ഓക്കെ, സോ 2.5 കോടി ടണ്ണാണ് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 3 കോടി ടണ്ണാണ് ഇന്ത്യയിൽ ഡിമാൻഡ് ചെയ്യുന്നത്. സോ ബാക്കി ഒരു 0.5 കോടി ടൺ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. ഓക്കെ, സോ ഇന്ത്യക്ക് എന്താണ്? ഇന്ത്യക്ക് ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി 0.5 ടണ്ണിൽ എന്തുണ്ട്? ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി ഉണ്ട്. ഏകദേശം 5 കോടി ഫാമിലീസ് ഈ പൾസ് നമ്മളുടെ ഉം, എന്താണ് ഈ പൾസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്നവരുണ്ട്. അതായത് അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ, കൃഷി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ഫർദർ പ്രൊഡ്യൂസേഴ്സ് മേക്ക് ചെയ്യുന്ന ഒരു 5 കോടിയോളം ഫാമേഴ്സ് ഈ പൾസസിൽ ഉണ്ട്. സോ ഈ അവസരത്തിൽ ഈ 5 കോടി നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നത്? മാർക്കറ്റിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ്. സോ ഫസ്റ്റ് നമ്മളുടെ എഡിറ്റോറിയൽ പറയുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും ഇമ്പോർട്ട്സ് നമ്മളുടെ മാർക്കറ്റ് ഡിമാൻഡിനെ സാറ്റിസ്ഫൈ ചെയ്തു കൊള്ളണം എന്നില്ല. പലപ്പോഴും ഇമ്പോർട്ട്സ് നമ്മളുടെ മാർക്കറ്റ് ഡിമാൻഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്തു കൊള്ളണം എന്നില്ല. സോ ഈ അവസരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? US-ഉമായിട്ട് ഒരു ട്രേഡ് ഡീല് ഉണ്ടാക്കുന്നത്. സോ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ചോദിച്ചു, അതായത് ഫാമേഴ്സിന്റെ എന്താണ് റൈറ്റ്സിനെ നിങ്ങൾ അടിയറവ് വെച്ചുകൊണ്ടാണോ ഈ ഒരു US ട്രേഡ് ഡീല് നിങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്? ഉത്തരമില്ല. എന്തൊക്കെയാണ് ട്രേഡ് ഡീലിലെ എന്താണ് കാര്യങ്ങളെന്നോ, ഫാമേഴ്സിന്റെ എന്തൊക്കെ കാര്യങ്ങൾ നഷ്ടപ്പെടുന്നോ, അൺലിമിറ്റഡ് ആയിട്ട് അമേരിക്ക ഉൽപ്പാദിപ്പിക്കുന്ന അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ഇന്ത്യയിൽ വിറ്റഴിക്കുമെന്നോ ഒന്നിനെ കുറിച്ചിട്ടും ട്രേഡ് ഡീല് വ്യക്തത നൽകുന്നില്ല. ഈ അവസരത്തിൽ പൾസസിന്റെ കാര്യത്തിലാണെങ്കിലും എന്താണ് ഈ ഒരു ഡയലമ നിലനിൽക്കുന്നുണ്ട്. സോ നമ്മൾക്കൊരു 5 കോടി ടൺ 0.5 കോടി ടൺ എന്താണ് പൾസസ് ആവശ്യമാണ്. ഇത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അൺലിമിറ്റഡ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ള അവസരം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ മാർക്കറ്റിലെ പൾസസിന്റെ പ്രൈസ് കുറയും. ഇസ് ഇറ്റ് എ ഗുഡ് തിങ്സ് ഫോർ കസ്റ്റമർ? ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എ ഗുഡ് തിങ് ഫോർ കസ്റ്റമർ. കാരണം പൈസ കുറഞ്ഞ നിരക്കിൽ ആളുകൾക്ക് പൾസസ് വാങ്ങിക്കാനായിട്ട് സാധിക്കുകയാണ്. പക്ഷേ അത് നമ്മളുടെ അഗ്രികൾച്ചറൽ സിസ്റ്റത്തെ, ഫാമേഴ്സിനെ ഡിസ്റ്റോർട്ട് ചെയ്യും. കാരണം എന്താണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ പൾസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുകൾക്ക് അനുസരിച്ച് എന്താണ് റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു ഏക്കറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഹെക്ടറിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പൾസസുകളുടെ അളവ്, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പൾസസുകളുടെ അളവ് ഇന്റർനാഷണലി നോക്കുകയാണെങ്കിൽ കുറവാണ്. സോ അമേരിക്കൻ നിലത്തിലുള്ള ഒരു ഫാമേഴ്സിന് ഒരു ഹെക്ടറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഏക്കറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പൾസസിന്റെ അളവ് കൂടുതലായിരിക്കാം. സോ ഹി ക്യാൻ എക്സ്പോർട്ട് മോർ. ഇപ്പൊ എന്ത് സംഭവിക്കും? കൂടുതൽ പ്രോഫിറ്റ് അങ്ങടേക്ക് പോകും. ദെൻ പ്രൈസ് വളരെ കുറവായിരിക്കും. അവിടേക്ക് എന്ത് ഫാമിംഗ് ആണ്? അവിടേക്ക് എന്താണ് ഇൻഡസ്ട്രിയലൈസ്ഡ് ഫാമിംഗ് ആണ് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. ഇന്ത്യയിൽ അങ്ങനെയാണോ? അല്ല. സബ്സിസ്റ്റൻസ് ഫാമിംഗ് ആണ്. നമ്മളിപ്പോ എന്താണ് ഗ്രീൻ റവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഫ്രാഗ്മെന്റഡ് ലാൻഡ്സിലുള്ള കൾട്ടിവേഷൻസ് ആണ് ഇന്ത്യയിൽ കൂടുതലായിട്ട് നടക്കുന്നത്. സോ സബ്സിസ്റ്റൻസ് ഫാമിംഗ് വരുമ്പോൾ എന്താണ് പ്രൊഡക്ടിവിറ്റിയെ അത് കാര്യമായിട്ട് ബാധിക്കും. സോ അതും ഒരു കോമ്പറ്റീഷനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. ദെൻ ഇൻഫ്രാസ്ട്രക്ചറൽ ഗ്യാപ്സ് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. എന്താണ് MSPയുടെ എന്താണ് എക്സ്റ്റൻഷൻസ് പലപ്പോഴും പൾസസുകളിലേക്ക് വരാറില്ല. പറയുമ്പോൾ MSP പ്രഖ്യാപിക്കാറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ പൾസസിൽ എന്ത് പറ്റാറുണ്ട്? പൾസസിലേക്ക് ഈ പ്രൊക്യൂർമെന്റ് കൃത്യമായിട്ട് നടക്കാറില്ല. സോ വാട്ട് ദേ ഹാപ്പൻ? പ്രൈവറ്റ് പ്ലെയേഴ്സിലേക്ക്, ഫോർ എക്സാമ്പിൾ മണ്ടികൾ എന്നാണ് വിളിക്കുന്നത് നമ്മളുടെ ഈ മാർക്കറ്റ്സിലെ നോർത്ത് ഇന്ത്യയിൽ. ഈ മണ്ടികളിലേക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ വിലയ്ക്ക് ഫാമേഴ്സ് പൾസസുകൾ വിറ്റഴിക്കാനായിട്ട് നോക്കും. ദെൻ പ്രൊക്യൂർമെന്റ് കൃത്യമായിട്ട് നടക്കാറില്ല. അണ്ടർ ഇൻവെസ്റ്റ്മെന്റുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 3.5 crore ടൺസിന്റെ ഒരു പ്ലാനൊക്കെ ഉണ്ട്. ഓക്കെ, 3.5 crore ടൺസിന്റെ ഒരു ടാർഗറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താണ് ഏകദേശം 11,440 കോടി ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ
ഇതൊന്നും ഈ ട്രേഡ് ഡീലിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്കൊരു കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ല. അമേരിക്കയുടെ വലിയ വലിയ അഗ്രികൾച്ചറലിസ്റ്റ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ഇടയ്ക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പൾസസിനെ കാര്യമായിട്ട് ബാധിക്കും. സോ അതിൽ ഒരു ക്ലാരിറ്റി വരുത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ എഡിറ്റോറിയൽ വ്യൂസ് വന്നിരിക്കുന്നത്. ദെൻ നമ്മളുടെ പൾസ് ഫാമേഴ്സിന്റെ എന്താണ് ഇൻട്രസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യണമെന്ന് കൂടിയിട്ട് ഇന്നത്തെ ന്യൂസിൽ എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ ആണോ? സോ എഡിറ്റോറിയൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയല്ലോ. കമ്മിങ് ടു നെക്സ്റ്റ് ഡിസ്കഷൻ, ഇറ്റ് ഈസ് ആൻ ഓപ്പൺ എഡിറ്റോറിയൽ. എന്താണ്? വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രവേഴ്സിയെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ പലപ്പോഴായിട്ട് നമ്മളുടെ ന്യൂസ് അനാലിസിസുകളിൽ നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് വന്ദേ മാതരം എന്താണ്, എങ്ങനെയാണ് ഉടലെടുത്തത്, അതിന്റെ ഒരു ഹിസ്റ്ററിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഞാൻ പെർട്ടിക്കുലർലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരൊറ്റ കേസ് ലോ ആണ്. ഇന്നത്തെ ഈ കറന്റ് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് കേസ് ലോ. ഓക്കെ, സോ വന്ദേ മാതരം കറന്റ്ലി ഉള്ള സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ദേ മാതരം ഗവൺമെന്റ് പരിപാടികളിലും അങ്ങനെയുള്ള പൊതുപരിപാടികളിലെല്ലാം ആലപിക്കണം എന്ന് സെന്റർ ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു. ആദ്യ 2 സ്റ്റാൻസകൾ മാത്രം ആലപിച്ചാൽ പോരാ, പകരം 6 സ്റ്റാൻസകൾ കൂടി, ടോട്ടൽ ഉള്ള 6 സ്റ്റാൻസകളും പാടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ 1937 ഡോക്ടർ രാജേന്ദ്ര പ്രസാദും സർദാർ വല്ലഭായ് പട്ടേലും മഹാത്മാഗാന്ധിയും യുണാനിമസ്ലി എഗ്രി ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ സോങ്ങിന്റെ വന്ദേ മാതരത്തിന്റെ ആദ്യത്തെ 2 സ്റ്റാൻസകൾ മാത്രം പാടിയാൽ മതി. ഓക്കെ, ബാക്കിയുള്ള വരികൾ ഇപ്പോ 3-ാമത്തെയും 4-ാമത്തെയും 5-ാമത്തെയും വരികൾ കുറച്ചും കൂടി റിലീജിയസ്ലി അല്ലെങ്കിൽ ഡിവോഷണൽ സോങ്ങിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണിക്കുന്നത്. ദുർഗാദേവിയെ ദേവിയായിട്ട് കണക്കാക്കുകയും അവരെ പൂജിക്കുകയും ചെയ്യുന്ന അങ്ങനെ ഒരു കുറച്ചുകൂടി ഡിവോഷണൽ എലമെന്റ്സ് അതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ 1937 ഇങ്ങനെ ഒരു സംസാരം വന്നു കഴിഞ്ഞപ്പോൾ ഒരു യുനാനിമസ് ഡിസിഷൻ വന്നത് ആദ്യത്തെ 2 സ്റ്റാൻസുകൾ മാത്രം നാഷണൽ സോങ്ങിന്റെ പാടിയാൽ മതി. ഓക്കെ, ദെൻ 1950 എന്ത് ചെയ്തു? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആദ്യത്തെ 2 സ്റ്റാൻസുകൾ തന്നെയാണ് എന്തായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ 2 സ്റ്റാൻസുള്ള വേർഷൻ തന്നെയാണ് നമ്മളുടെ നാഷണൽ സോങ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അവിടെയും ഈ 2 സ്റ്റാൻസ മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ കറന്റ്ലി എന്ത് പറ്റി? കറന്റ്ലി 6 സ്റ്റാൻസയും പാടണമെന്നാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു എന്താണ് ഒരു റിലീജിയസ് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്ത്. ഇറ്റ്സ് സം കൈൻഡ് ഓഫ് ഡിവോഷണൽ ആണ്. ഒരു 3rd സ്റ്റാൻസ ടു 5th സ്റ്റാൻസയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അത് ബാക്കിയുള്ള ഇന്ത്യൻസിന്റെ ഇന്ത്യൻസിന് ചിലപ്പോൾ പാടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ 1-ാമത്തെയും 2-ാമത്തെയും സ്റ്റാൻസയിലേക്ക് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആണെങ്കിലും ലിമിറ്റ് ചെയ്തത്. ഓക്കെ, പക്ഷേ ഇപ്പൊ കറന്റ്ലി 6 സ്റ്റാൻസുകളും പാടണം എന്നാണ് പറയുന്നത്. ഡു വി റിയലി നീഡ് ടു സിംഗ് നാഷണൽ ആന്തം ഓർ നാഷണൽ സോങ്? അതിനുത്തരം കേരളത്തിൽ നിന്നുള്ള ബിജോയ് ഇമ്മാനുവൽ എന്ന് പറയുന്ന ഒരാള്. ദ ഫേമസ് കേസ് നോട്ട് ചെയ്ത് വെക്കുക. ഇറ്റ്സ് എ ഫേമസ് ആൻഡ് ഇമ്പോർട്ടന്റ് കേസ്. ഇറ്റ് ഈസ് കോൾഡ് ബിജോയ് ഇമ്മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസ്. ഓക്കെ, സോ ബിജോയ് ഇമ്മാനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പന്തക്കുസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൽ ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ 3 മക്കൾ ഒരു പ്രൈവറ്റ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഇവരുടെ 3 മക്കളും നാഷണൽ ആന്തം ജനഗണമന സ്കൂളിൽ പാടുമ്പോൾ അവർ എഴുന്നേറ്റ് നിൽക്കുകയും എന്നാൽ അത് ആലപിക്കാൻ മടി കാണിക്കുകയും ചെയ്തു. സ്കൂൾ അധികാരികൾ ഇവരോട് ചോദിച്ചു, നിങ്ങൾ നാഷണൽ ആന്തം പാടുമ്പോൾ നിങ്ങൾ കൂടെ പാടണം, അതാണല്ലോ നമ്മളുടെ രാജ്യത്തിന്റെ ചരിത്രം, നിങ്ങൾ കൂടെ പാടണം. അപ്പോ ഇവരൊരു ഉത്തരം പറഞ്ഞു. എന്തായിരുന്നു? ഞങ്ങൾ യഹോവയെയാണ് അല്ലെങ്കിൽ ദൈവത്തെയാണ് ഏറ്റവും പ്രൊമിനന്റ് ആയിട്ട് കാണുന്നത്. അദ്ദേഹത്തിന്റെ സ്തുതികൾ മാത്രമേ, ഇപ്പോ യഹോവയോടുള്ള സ്തുതികൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുകയുള്ളൂ, ഞങ്ങൾ ആലപിക്കാറുള്ളൂ. സോ ഞങ്ങൾക്ക് നാഷണൽ ആന്തം പാടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. സോ നാഷണൽ ആന്തം പാടാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരാള് ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കണ്ട എന്ന് ആര് പറഞ്ഞു? സ്കൂൾ അധികാരികൾ പറഞ്ഞു. ഈ ബിജോയ് ഇമ്മാനുവൽ എന്ത് ചെയ്തു? ഇതിനെതിരെ ഈ 3 മക്കളെയും സസ്പെൻഡ് ചെയ്തു. ഇതിനെതിരെ കോടതിയിലേക്ക് പോയി. കോടതി എന്ത് പറഞ്ഞു? കോടതി പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
അവര് എഴുന്നേറ്റ് നിന്നത് നാഷണൽ ആന്തത്തെ റെസ്പെക്ട് ചെയ്യുന്നതാണ്. എന്നാൽ അത് പാടണം എന്ന് നിർബന്ധം പിടിക്കണ്ട. സോ ആർട്ടിക്കിൾ 25ന്റെയും ആർട്ടിക്കിൾ 19ന്റെയും ഒരു ഡയലമ അവിടെ ക്രിയേറ്റ് ചെയ്തു. സോ അതിൽ ആര് ജയിച്ചു? ബിജോയ് ഇമ്മാനുവലിനെ അനുകൂലിച്ചുകൊണ്ട് കോടതി വിധി പ്രഖ്യാപിച്ചു. കോടതി വിധിയിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ നേഷൻ ടീച്ചസ് ടോളറൻസ്, അവർ ഹിസ്റ്ററി ടീച്ചസ് ടോളറൻസ്, നോട്ട് ജസ്റ്റ് ഡൈല്യൂട്ട് ഇറ്റ് എന്നാണ് കോടതി ആ വിധി പ്രസ്താവത്തിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ. സോ ബിജോയ് ഇമ്മാനുവലിന്റെ കേസ് പെർട്ടിക്കുലർലി പറയുന്നത് നിങ്ങൾക്ക് നാഷണൽ ആന്തം പാടിയില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. സോ ഈ 6 സ്റ്റാൻസ് പാടിയില്ലെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കൂ? ഒന്നും സംഭവിക്കില്ല. പെർട്ടിക്കുലർലി ബിജോയ് ഇമ്മാനുവൽ വെസസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസ്, ഐ തിങ്ക് ഇറ്റ്സ് ഹാപ്പൻഡ് ഇൻ 2008, ഐ തിങ്ക്. നോ, 1986 ആണോ? ഇയർ എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇയർ ഒന്ന് നോട്ട് ഒന്ന് നോക്കിയേക്കുക. ഞാനൊന്ന് റെഫർ ചെയ്തിട്ട് പറയാം. കേസ് ഈസ് ബിജോയ് ഇമ്മാനുവൽ വെസസ് സ്റ്റേറ്റ് ഓഫ് കേരള. നമ്മളുടെ കേരളത്തിൽ വെച്ച് സംഭവിച്ച ഒരു ഇമ്പോർട്ടൻറ്റ് കേസ് ലോയാണ്. അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. സോ ഈ ഒരു കേസ് ലോയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ എടുത്തു പറയേണ്ടത്. ഈ 6 സ്റ്റാൻസുകൾ പാടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാടണമെന്ന് നിർബന്ധമില്ല. ഈവൻ നാഷണൽ ആന്തം പാടണമെന്ന് നിർബന്ധമില്ല. പിന്നെയാണോ നാഷണൽ സോങ് കൃത്യമായിട്ട് പാടണം എന്ന് ഉള്ളത്? ഓക്കെ. Then coming to the next discussion. Okay, so next discussion, next open editorial is related to ഇൻഷുറൻസ് സെക്ടറിനെ കുറിച്ചിട്ടാണ്. ഇൻഷുറൻസ് സെക്ടറിലെ കഴിഞ്ഞ ഒരു വർഷം പേ ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ, പേ ഔട്ട് പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അറൌണ്ട് 18%, വിച്ച് മീൻസ് അവര് കൊടുത്തിട്ടുള്ളത്, ദെൻ അവരുടെ ഇൻകം അല്ലെങ്കിൽ അകത്തേക്ക് വന്നത്, അതാണല്ലോ പ്രീമിയം. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? പ്രീമിയംസ് വരുമ്പോഴാണ്. അല്ലെങ്കിൽ ആളുകൾ ഈ ഇൻഷുറൻസിനെ പർച്ചേസ് ചെയ്യുന്നത് അവർ പ്രീമിയംസ് അടയ്ക്കുമ്പോഴാണ്. സോ പേ ഔട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് അറൌണ്ട് 18%, വൈൽ പ്രീമിയം ഗ്രോത്ത് ഈസ് ഓൺലി 6.7%. സോ വരവിൽ കവിഞ്ഞ ചിലവുകൾ ഇവിടെ പ്രെഡിക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ. സോ ഇൻഷുറൻസ് കമ്പനിയിൽ 18% ആണ് എന്ത് വരുന്നത്, പേ ഔട്ട് ഒരു വർഷത്തിൽ സർജ് ചെയ്തതെങ്കിൽ അവരുടെ ഗ്രോത്ത് സർജ് ചെയ്തത് എത്ര ശതമാനം മാത്രമാണ്? 6.7% മാത്രമാണ്. സോ ഇൻഷുറൻസ് കമ്പനിക്ക് കുറച്ച് അഡീഷണൽ എക്സ്പെൻസസുകൾ വരുന്നുണ്ട്. എവിടേക്കോ ചില മിസ്മാനേജ്മെന്റുകളും ചില എക്സ്പെൻസുകളും വരുന്നുണ്ട്. പെർട്ടിക്കുലർലി ഏജൻസ് കമ്മീഷൻ അല്ലെങ്കിൽ റിട്ടൻഷൻസ് കമ്മീഷൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില കമ്മീഷൻസുകൾ പോകുന്നുണ്ട്. നിങ്ങൾ ബാങ്കിങ് ഫീൽഡുകളിൽ വർക്ക് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും എങ്ങനെയാണ് ഒരു ബാങ്ക്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആണെങ്കിൽ പല ബാങ്കുകളും എങ്ങനെയാണ് ഈ എന്താണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിലും ലൈഫ് ഇൻഷുറൻസ്, ഇറ്റ്സ് എ സെപ്പറേറ്റ് വെർട്ടിക്കൽ. ഓരോ ബാങ്കുകളിലും സെപ്പറേറ്റ് വെർട്ടിക്കൽ ആയിട്ട് ഉണ്ടാകും. LIC സെപ്പറേറ്റ് ആണ്. ഓക്കെ, LIC ഒരു എൻറ്റിറ്റി ആയിട്ട്, സെപ്പറേറ്റ് ഒരു പബ്ലിക് എൻറ്റിറ്റി ആയിട്ട് നിലനിൽക്കുന്നു. അല്ലാണ്ട് ഇപ്പൊ ടാറ്റയുടെ ഇൻഷുറൻസ് ഉണ്ട്, മാക്സ് ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് ഇൻഷുറൻസ് ഉണ്ട്. ഇതെല്ലാം ഓരോ ബാങ്കുകളുടെയും സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ട് വർക്ക് ചെയ്യും. ദെൻ ഇൻഷുറൻസ് അടയ്ക്കുമ്പോൾ ഈ ബാങ്കുകൾക്ക്, ഏജൻസിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഹ്യൂജ് കമ്മീഷൻസ് കിട്ടും. ഈ കമ്മീഷൻസ് ഒരുപാട് കൂടുതലാണ് വെൻ കമ്പയർ ടു എന്താണ് അതർ സെക്ടേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കമ്മീഷൻസ് കുറച്ച് കൂടുതലാണ്. ഓക്കെ. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ത് ഇൻഷുറൻസ് സെക്ടേഴ്സിന് കുറച്ച് പേ ഔട്ട് കൂടാനായിട്ടുള്ള ഒരു സാധ്യതയായിട്ടുള്ള ഒരു കാരണമായിട്ട് കാണുന്നത്. സോ ഇത് പെർട്ടിക്കുലർലി നമ്മളുടെ RBIയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ടിൽ എക്സിംപ്ലിഫൈ ചെയ്തു വന്ന ഒരു വാർത്തയാണ്. സോ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വന്നിരിക്കുന്നത്. സോ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക, ഇന്ത്യയുടെ എന്താണ് ഇൻഷുറൻസ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ഇൻഷുറൻസ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് പെനിട്രേഷൻ വളരെ കുറവാണ് വെൻ കമ്പയർ ടു സ്കാൻഡിനേവിയൻ കൺട്രീസ് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അറൌണ്ട് ഒരു 2 ഡിജിറ്റിലേക്ക് പോലും ഇൻഷുറൻസ് പെനിട്രേഷൻ നമ്മളുടെ എത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഓക്കെ. സോ ഇൻഷുറൻസിന് വളരെ സ്കോപ്പ് ഉള്ള ഒരു ഏരിയ ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യയിൽ കറന്റ് എന്താണ്? പേ ഔട്ട് റേഷ്യോ 18% ഗ്രോത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ പ്രീമിയം ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു 6%, ഒരു 7%ലേക്ക് ലിമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സോ ഒരു പ്രൈവറ്റ് പ്ലെയർ ഉണ്ട്, ഒരു ഗവൺമെന്റ് പ്ലെയർ ഉണ്ട്. ഗവൺമെന്റ് പ്ലെയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, LIC ആണ്. സോ LIC എങ്ങനെയാണ് ആളുകളെ പിടിക്കുന്നത്? ഏജൻസി ഫോഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ആളുകളെ പിടിക്കുന്നത്. ഓക്കെ.
സോ ഏജൻസി ഫോഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ആളുകളെ പിടിക്കുന്നത്. ഏജന്റ് കമ്മീഷനാണ്. ദെൻ അവർക്ക് ഈ ആളുകളെ റിറ്റൻഷൻ ചെയ്യാനായിട്ട് അവർക്ക് കമ്മീഷൻസ് കൊടുക്കും. എന്നാൽ ബാങ്കുകൾ ബാങ്കുകൾ എന്താ ചെയ്യുന്നത്? ബാങ്കുകൾ ഈ പ്രൈവറ്റ് ഇൻഷുറൻസ് ഇതൊരു സെപ്പറേറ്റ് വേർട്ടിക്കൽ ആയിട്ട് യൂസ് ചെയ്യും. ഒരു ബാങ്ക് അഷുറൻസ് ആണ് അവര് കൊടുക്കുന്നത്. സോ കറന്റ് കഴിഞ്ഞ വർഷം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് പ്ലെയേഴ്സ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എന്നാൽ LIC പോലെയുള്ള പബ്ലിക് സെക്ടർ എന്ത് ചെയ്തിട്ടില്ല, അത്ര എഫക്റ്റീവായിട്ട് പെർഫോം ചെയ്തിട്ടില്ല എന്നൊരു കാര്യം നമ്മൾ അവിടെ നോക്കാനായിട്ടുണ്ട്. സോ ഇതിൽ മേജർലി പ്രോബ്ലം ഒരു പൈസ എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ ഏജന്റ് റിട്ടൻഷൻ ഫീസ് ആൻഡ് ഇന്റർമീഡിയറി ഷെയർ. ഓക്കെ, ഫോർ എക്സാമ്പിൾ മാക്സ് ലൈഫ് ഇൻഷുറൻസ് ആണ് അല്ലെങ്കിൽ ബജാജിന്റെ ഒരു ഇൻഷുറൻസ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആക്സിസ് ബാങ്ക് ആണ് എടുത്തതെങ്കിൽ ആക്സിസ് ബാങ്ക് വിൽ ബി ദ ഇന്റർമീഡിയറി. ഈ ഇന്റർമീഡിയറിക്ക് ഷെയർ കൊടുക്കുന്നതും ഏജന്റ് റിട്ടൻഷൻ കമ്മീഷനുമാണ് കൂടുതൽ ആയിട്ട് വരുന്ന രണ്ട് എക്സ്പെൻസുകൾ. ഓക്കെ, അറൌണ്ട് 60-65% എങ്ങടേക്കാണ് പോകുന്നത്? ഇന്റർമീഡിയറി ഷെയർ ആയിട്ടാണ് പോകുന്നത്. ദെൻ ഏജന്റ് റിട്ടൻഷന് വേണ്ടിയിട്ട് അറൌണ്ട് 35-40% ഏജന്റ് റിട്ടൻഷന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട നമ്മളുടെ എക്സ്പെൻസുകൾ. ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ചുരുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നമ്മളുടെ എന്താണ് പേ ഔട്ട് റേഷ്യോ അല്ലെങ്കിൽ പേ ഔട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കൊന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും. ദെൻ പ്രീമിയം ഗ്രോത്ത് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? മാർക്കറ്റ് പെനിട്രേഷൻ കുറച്ചും കൂടി എക്സ്റ്റെൻസീവ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. സോ ദർ ഈസ് എ റീബാലൻസ് ഇൻ കമ്മീഷൻസ് പേ ചെയ്യുമ്പോൾ ഏജന്റ് റിട്ടൻഷൻ കമ്മീഷൻ ആയിക്കോട്ടെ, ദെൻ എന്താണ് ഇന്റർമീഡിയറി ഷെയർസ് ആയിക്കോട്ടെ, ഇത് രണ്ട് ഷെയർസും പേ ചെയ്യുമ്പോൾ ഒരു റീബാലൻസ് വേണം. ദെൻ ഇൻഷുറൻസ് സെക്ടർ എന്താ ചെയ്യുന്നത്? ഇൻഷുറൻസ് സെക്ടർ അപ്പെക്സ് അതോറിറ്റി എന്ന് പറയുന്നത് IRDAI ആണ്, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സെപ്പറേറ്റ് അതോറിറ്റിയാണ്. എന്നാൽ ബാങ്കുകൾ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? RBI ആണ്. ബാങ്കുകളുടെ ഒരു സെപ്പറേറ്റ് വെർട്ടിക്കൽ ആയിട്ടാണ് പല പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലും ഇൻഷുറൻസ് സെക്ടർ നിൽക്കുന്നത്. സോ ഒരു ജോയിന്റ് റെഗുലേഷൻസ് എവിടെ വേണം? നമ്മളുടെ ഇൻഷുറൻസ് സെക്ടറിൽ വേണം. ദെൻ റെക്കഗ്നൈസ് ചാനൽ ഓഫ് എക്കണോമിക്സ്. ഓക്കെ, സോ എന്താണ് എക്കോണമി ഓഫ് സ്കെയിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്താണ് നമ്മളുടെ വാല്യൂസിനെ, എക്കോണമിക് വാല്യൂസിനെ, വിച്ച് മീൻസ് അൺനെസറി ആയിട്ടുള്ള എക്സ്പെൻസുകളെ എലിമിനേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇതെല്ലാമാണ് നമ്മളുടെ ഇൻഷുറൻസ് സെക്ടറിന് ഇനി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇൻഷുറൻസ് സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സെക്ടറാണ്. പക്ഷേ ഇവിടെ എന്താണ് ഒരു പേയ്മെന്റ് ഇംബാലൻസ്, വിച്ച് മീൻസ് ഒരു ഏജന്റ് ഷെയർസ് എല്ലാം കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ആ ഒരു കാര്യം മനസ്സിലായല്ലോ. ഇൻഷുറൻസ് സെക്ടറിൽ എങ്ങനെയാണ് കറന്റ് ഉള്ളൊരു പ്രോബ്ലം, എന്താണ് കറന്റ് ഉള്ള ഒരു പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പേ ഔട്ട് ബാലൻസ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ് ഇൻഷുറൻസ് സെക്ടറിൽ നിന്ന് മാത്രം അറിഞ്ഞിരിക്കുക. അതിന് കാരണം എന്താണ്? ഇന്റർമീഡിയറി കമ്മീഷനും ദെൻ നമ്മളുടെ റിട്ടൻഷൻ കമ്മീഷൻ കുറച്ച് കൂടുതലാണ്. വിച്ച് മീൻസ് നോർമൽ കമ്മീഷൻസ് എന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾ ബാങ്കിങ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതിന്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാകും. സോ നോർമലി ഒന്ന് രണ്ട് ഇൻഷുറൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയംസ് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട് ആ ബാങ്കിന് കിട്ടും. ദെൻ ഏജന്റിനും ഹ്യൂജ് പ്രോഫിറ്റ് ഈ ഇൻഷുറൻസ് സെല്ല് ചെയ്യുന്നതിലൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അതൊരു വളരെ നല്ലൊരു കാര്യമാണ്. ദെൻ കമ്മിങ് ടു ശാന്തി ആക്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശാന്തി ആക്ടിനെ കുറിച്ച്. നമ്മളുടെ കറണ്ട് അഫെയർസിൽ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ന്യൂക്ലിയർ എനർജിയുമായി ബന്ധപ്പെട്ടിട്ട് ലോസ് ചേഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട്. സോ ശാന്തി ആക്ടുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. ഞാനൊരു ഡീറ്റെയിൽഡ് ഡിസ്കഷനിലേക്ക് പോകുന്നില്ല. ശാന്തി ആക്ടിന്റെ എന്താണ് കറന്റ്ലി നമ്മളുടെ ലൈബിലിറ്റി, എന്ത് ലൈബിലിറ്റിയാണ് ഇത് ശാന്തി ആക്ട് എന്തിനു വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്തത്? പ്രൈവറ്റ് പ്ലെയേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. നോർമലി ഈ ശാന്തി ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വരെ നമ്മളുടെ പ്രൈവറ്റ് പ്ലെയേഴ്സിന് ഒരു സേക്ക് ഉണ്ടായിരുന്നില്ല നമ്മളുടെ ന്യൂക്ലിയർ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട്. എന്നാൽ ഇന്ത്യക്ക് ഒരു 100 GW ന്യൂക്ലിയർ എനർജി പ്രൊഡക്ഷൻ ഡ്രീം ഉണ്ട്. ഈ ഡ്രീമിലേക്ക് എത്തണമെങ്കിൽ എന്താണ് പ്രൈവറ്റ് പ്ലെയേഴ്സിനെ കൂടിയേ തീരൂ. സോ അവരെ ലിമിറ്റ് ചെയ്തിരുന്നത് രണ്ട് ആക്ടുകളാണ്. ഒന്ന് ന്യൂക്ലിയർ എനർജി ആക്ട് 1963, ദെൻ ലയബിലിറ്റി ആക്ട് 2011 ലയബിലിറ്റി ആക്ട്. ഈ രണ്ട് ആക്ടുകളും അമെൻഡ് ചെയ്ത് നമ്മൾ ശാന്തി ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ അറ്റോമിക് എനർജി ആക്ട്
1963. ദെൻ ലയബിലിറ്റി ആക്ട് 2011. ഈ രണ്ട് ആക്ടുകൾ അമെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ശാന്തി ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതില് ഈ ലയബിലിറ്റിയുടെ കപ്പാസിറ്റി ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. സ്മോൾ പ്ലാന്റുകളാണെങ്കിൽ 100 കോടി മാത്രമേ ആർക്ക് ലയബിലിറ്റി ഉള്ളൂ? നമ്മളുടെ സപ്ലയേഴ്സിന് ലയബിലിറ്റി ഉള്ളൂ. ദെൻ ലാർജ് പ്ലാന്റുകളാണെങ്കിൽ 3500 കോടിയാണ് അവരുടെ ലയബിലിറ്റി. ദെൻ വലിയ പ്ലാന്റുകളാണെങ്കിൽ ഗവൺമെന്റിന്റെ ലയബിലിറ്റി ഉൾപ്പെടെ 3900 കോടി മാത്രമേ ലയബിലിറ്റി ഉള്ളൂ. ഇതൊരു ഹ്യൂജ് പ്രോബ്ലമാണ്. ആക്ടിന്റെ ഉദ്ദേശം നല്ലതാണ്, പക്ഷേ ഈ ലയബിലിറ്റിയെ ലിമിറ്റ് ചെയ്യുന്നത് ചെറിയ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ചെർണോബിയൽ പോലെ ഒരു ദുരന്തം ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ കറന്റ് ഉള്ള ഈ ശാന്തി ആക്ട് പ്രകാരം സപ്ലയേഴ്സിനെ നമുക്കൊരു സിവിൽ കേസിലോ ക്രിമിനൽ കേസിലോ കൊടുക്കാൻ പറ്റില്ല. പകരം അവർ 3900 കോടി എന്ത് തന്നെ അവര് കോമ്പൻസേഷനായി കെട്ടിവെച്ച് കഴിഞ്ഞാൽ അവരുടെ എല്ലാം ലയബിലിറ്റിയും തീർന്നു എന്നാണ് ആര് പറയുന്നത്? നമ്മളുടെ ശാന്തി ആക്ട് പറയുന്നത്. സോ ഈ ഒരു മാപ്പ് ഇത് നോക്കി ഫുകുഷിമ നമ്മളുടെ ജപ്പാനിലെ ഇത് നടന്നു കഴിഞ്ഞപ്പോ, ന്യൂക്ലിയർ ഡിസാസ്റ്റർ നടന്നു കഴിഞ്ഞപ്പോ അവിടെ കിട്ടിയിരുന്ന എമൗണ്ടിനേക്കാളും ചെർണോബിയലിൽ കിട്ടിയിരുന്ന എമൗണ്ടിനേക്കാളും തുച്ഛമാണ് നമ്മളുടെ ഈ 3900 കോടി എന്ന് പറയുന്ന ലയബിലിറ്റി കപ്പാസിറ്റി അല്ലെങ്കിൽ ക്യാപ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ഈ ഒരു ആക്ടിലെ ഒരു ചെറിയ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പ്രോബ്ലം. അല്ലാണ്ട് ബാക്കിയല്ല, ഇപ്പൊ പ്രൈവറ്റ് പ്ലേയേഴ്സിന് അദാനിക്ക് തീരെഴുതി കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ ബാഹ്യമായിട്ട് അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് ശരിയല്ല. കാരണം എന്താണ്? പ്രൈവറ്റ് പ്ലേയേഴ്സ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? നമ്മളുടെ ന്യൂക്ലിയർ സെക്ടറിലെ നമ്മളുടെ ഒരു ഡ്രീം 100 ജിഗാവാട്ട് അല്ലെങ്കിൽ 1000 മെഗാവാട്ട് എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷൻ നടക്കുകയുള്ളൂ. അതിന് ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ മാത്രം വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. ദെൻ വൈ അദാനിക്ക് എന്താണ് ഒരു ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദാനിയാണ് കറന്റ്ലി ഇത്രയും കപ്പാസിറ്റി ഉള്ളത്, ഒരു ന്യൂക്ലിയർ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉള്ള ഒരു ഓർഗനൈസേഷൻ. അതേപോലെ പുറത്തുനിന്ന് വേണമെങ്കിലും ഓർഗനൈസേഷൻസ് വരാം. പക്ഷെ അങ്ങനെ പുറത്തുനിന്ന് ഒരു ഓർഗനൈസേഷൻ വരുമ്പോൾ ഒരു ഇന്ത്യൻ കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഇങ്ങനെയുള്ള പ്രൊഡക്ഷൻസ് ഇന്ത്യയിൽ ന്യൂക്ലിയർ എനർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എനർജി പ്രൊഡക്ഷൻസ് ഇന്ത്യയിൽ നടത്താൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു ലയബിലിറ്റിയുടെ കാര്യത്തിൽ, ഈ ഒരു ലയബിലിറ്റി കപ്പാസിറ്റിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ക്യാപ്പിന്റെ കാര്യത്തിൽ മാത്രമാണ് ചെറിയൊരു ഡിസ്എഗ്രിമെന്റ് നമുക്ക് ഈ ശാന്തി ആക്ടുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്നത്. അല്ലാണ്ട് പല വിമർശനങ്ങളും ഉണ്ട് കേട്ടോ. ഇപ്പോ ആണെങ്കിൽ ഇടതുപക്ഷ സംഘടനകൾ ഇന്നലെ സമരം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾ ഇന്ത്യ പണിമുടക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ന്യൂക്ലിയർ സെക്ടർ സ്വകാര്യവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അതിനെ എതിർത്തോടുകൂടിയാണ് നമ്മൾ ഇന്നലെ പണിമുടക്ക് നടത്തിയിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെയുള്ള ചില ഡിസഗ്രിമെന്റുകളൊക്കെ ഇതിലുണ്ട്. എന്നാൽ ആസ് എ UPSC ആസ്പിരന്റ് നമ്മൾ നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ് കാണുന്നത്. ആൻഡ് ദർ ആർ സം പ്രോബ്ലംസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ്, സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ ആ ഒരു കാര്യം കൂടി കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ ഈ ആക്ട് ഒന്നും കൂടിയിട്ട് മോഡിഫൈ ചെയ്യാനായിട്ട്. ഓക്കെ.